നിങ്ങൾ ഈ സ്ത്രീയെ കഴിഞ്ഞ ദിവസം ബമ്പർച്ചിരി എന്ന എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാനൊന്ന് പറയുന്നു, ഈ സ്ത്രീയുടെ കഥ കേട്ടാൽ എന്തായാലും മനസ്സിരുത്തി എല്ലാവരും ഒന്ന് ചിന്തിച്ചു പോകും. ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഈ സ്ത്രീ സഹിച്ചിട്ടുള്ളത്. കേട്ടോക്കാം, ഈ സ്ത്രീയുടെ കഥ ഒന്ന് കേട്ടോക്കാം നമുക്ക്. 9 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ ഒരു 300 രൂപയ്ക്ക് വേണ്ടി എന്നെ വിറ്റതാണ് ഇങ്ങോട്ട്. പുള്ളി ഇവിടെ കൊണ്ടുവന്ന റാന്നിന്ന് പറഞ്ഞ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ജോലിക്ക് നിർത്തി. അപ്പം 300 രൂപ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ ദാരിദ്ര്യമായതുകൊണ്ട് അമ്മ മേടിച്ചിട്ട് വിട്ടതാണ്. പക്ഷെ ആ വീട്ടിൽ കിടന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരു 3 വർഷം അവിടെ നിന്ന് ഭാഷയെ അറിയത്തില്ല. 9 വയസ്സ് എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അവർ ഒരുപാട് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. വീട്ടിലെ പട്ടിണിയും പഞ്ചവും കാരണം ഞാൻ ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് പള്ളിക്കൂടം ഒന്നും പോയിട്ടില്ല, എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ പോകാത്ത പണിയൊന്നുമില്ല മാം. ഞാൻ ഇഷ്ടിയ കമ്പനിക്ക് പോയിട്ടുണ്ട്, സിമന്റ് ഫാക്ടറിക്ക് പോയിട്ടുണ്ട്, ആണുങ്ങളുടെ കൂടെ തടി ലോഡ് കയറ്റാൻ പോയിട്ടുണ്ട്. അതന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇലതുങ്ങളൊക്കെ വളർത്താൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. ഏത് ഘട്ടത്തിലാണ് രാജേട്ടന്റെ എൻട്രി? എനിക്കൊരു 17 വയസ്സ് കഴിഞ്ഞപ്പോ എന്റെ ആങ്ങളയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ ചേട്ടൻ എന്നെ കാണാൻ വന്നപ്പോ പുള്ളി എന്റെ ചേട്ടന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അന്നേരം എന്റെ ചേട്ടനോട് പറഞ്ഞു, എടാ നിന്റെ അനിയത്തിനെ എനിക്ക് കെട്ടിച്ചു തരുവാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. ഒന്നും മേടിച്ചില്ല. ഒന്നും മേടിക്കാതെ പുള്ളി എന്നെ കല്യാണം കഴിച്ചു. അപ്പൊ രാജേട്ടനോട് അന്വേഷണം പറഞ്ഞേക്കും. ഓക്കെ. 3 മക്കളുണ്ട്. ഞാൻ ഈ ഒരു കൊല്ലം നടന്നിട്ട് പോലും കൈ പൈസ ഇല്ലാതെ പോലെ എന്റെ ഭർത്താവ് പറയും, ഇനി ഞാൻ നിനക്ക് പൈസ തരികയല്ല. 1 വർഷമായി നീ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്ക് പോകുന്നത്, ഇതുവരെയായിട്ട് ഒന്നും കണ്ടുമില്ല. ഞാൻ പോയി വെയിലത്ത് പണിതിട്ട് വരുന്ന പൈസ അടി ഞാൻ തരികയല്ലെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അനുഭവം എനിക്കെന്തിനാ, എന്റെ ഭർത്താവിന്റെ പൈസ ഞാൻ ചോദിക്കാതെ ഞാൻ എടുക്കുമെന്നും പറഞ്ഞ് പൈസ എടുത്തോണ്ട് ഇങ്ങ് പോകുന്നതാ. പുള്ളി ഇവിടെ വന്നപ്പോ എന്നെ വിളിച്ച്, എങ്ങനെ ഉണ്ടടി, അവിടെ കുഴപ്പമൊന്നും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടത്. എനിക്ക് അടുത്തൊരു ജന്മത്തിൽ ഇങ്ങനെ ദൈവം ഒരു ഇത് തരുവാണെങ്കിൽ ആ മനുഷ്യൻ തന്നെ എനിക്ക് ഭർത്താവായിട്ട് വരണമെന്ന് പറയും.